തമിഴ്നാട് മുഖ്യമന്ത്രി സി ജോസഫ് വിജയുടെ മുന്നേറ്റത്തിന് തടയിടുന്നതിനായി അദ്ദേഹത്തിന്റെ ഭാര്യ സംഗീത സ്വർണലിംഗത്തിനെ ബി.ജെ.പിയിലെത്തിക്കാൻ ശ്രമം. മുതിർന്ന ബി.ജെ.പി നേതാവായ ഒരു പ്രമുഖ നടി ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ട്. വിജയുമായി അടുത്ത ബന്ധമുള്ള ഒരാൾ എതിർപാർട്ടിയിൽ ചേരുന്നത് തമിഴ്നാട് രാഷ്ട്രീയത്തിൽ ശക്തമായ സ്വാധീനം ചെലുത്തുമെന്നാണ് വിലയിരുത്തൽ. വിജയുടെ രണ്ടു മക്കളും സംഗീതയ്ക്കൊപ്പമാണ്. വിജയ് സത്യപ്രതിജ്ഞ ചെയ്യുന്ന വേളയിലോ ആഘോഷങ്ങളിലോ ഇവരെ കണ്ടിരുന്നില്ല. ഈ വേളയിൽ തൃഷയുടെ സാന്നിധ്യവും ചർച്ചയായിരുന്നു. സംഗീതയുടെ വിവാഹമോചന ഹർജി ഈ മാസം ചെങ്കൽപ്പേട്ട് കുടുംബ കോടതി പരിഗണിക്കും. 1999 ഇപ്പോഴത്തെ തമിഴ്നാട് മുഖ്യമന്ത്രി സി ജോസഫ് വിജയും ഭാര്യ സംഗീത സ്വർണലിംഗവും വിവാഹിതരാകുന്നത്. അന്നു മുതൽ സംഗീത പൊതുരംഗത്തേക്ക് വരുന്നത് വളരെ കുറവായിരുന്നു. അപൂർവമായി മാത്രമാണ് സംഗീത ഭർത്താവിന്റെ സിനിമയുടെ പ്രൊമോഷനും മറ്റു ചടങ്ങുകളിലും പ്രത്യക്ഷപ്പെട്ടത്. അവരെന്നും തങ്ങളുടെ സ്വകാര്യതയിൽ ഒതുങ്ങി ജീവിക്കാനാണ് ആഗ്രഹിച്ചത്. അതിനൊപ്പം അച്ഛന്റെ ലണ്ടനിലുള്ള ബിസിനസ് കാര്യങ്ങളിലും അവർ സജീവമായിരുന്നു. എങ്കിലും സിനിമയുടെ വെള്ളി വെളിച്ചത്തിൽ നിന്നും അവർ ആകുന്നു തന്നെ നിന്നു. 2025 സംഗീത വിവാഹമോചനത്തിന് ചെങ്കൽപ്പേട്ട് കോടതിയിൽ ഹർജി സമർപ്പിച്ചത്. മറ്റൊരു നടിയുമായി ബന്ധമുണ്ടെന്നായിരുന്നു അതിനുള്ള പ്രധാന കാരണമായി പറഞ്ഞത്. അവരുടെ വീട്ടിൽ കയറാൻ വിജയെ അനുവദിക്കുന്നില്ലെന്നും ഹർജിയിൽ ആരോപിച്ചിരുന്നു. വിജയ് തമിഴ്നാട് നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള തെരഞ്ഞെടുപ്പ് പ്രചാരണം നടത്തുന്നതിനിടയിലാണ് വിവാഹമോചന വാർത്തകൾ ജനങ്ങളിലേക്ക് എത്തുന്നത്. തുടർന്ന് നടന്ന തെരഞ്ഞെടുപ്പിൽ വിജയുടെ തമിഴക വെട്രിക്കഴകം വമ്പൻ വിജയവും കരസ്ഥമാക്കി. പാർട്ടി പ്രസിഡന്റായ വിജയ് മുഖ്യമന്ത്രിയുമായി. പിന്നാലെ മറ്റൊരു റിപ്പോർട്ട് കൂടി ഇപ്പോൾ പുറത്തുവരുന്നത് സംഗീത സ്വർണലിംഗവും സജീവ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങാൻ ഒരുങ്ങുന്നുവെന്നാണത്. സംഗീതയെ ബി.ജെ.പിയിലേക്ക് ക്ഷണിച്ചിരിക്കുകയാണെന്നും പറയപ്പെടുന്നു. സംഗീതയെ പാർട്ടിയിലേക്ക് കൊണ്ടുവരാനുള്ള സാധ്യത ബി.ജെ.പി നേതാക്കൾ അന്വേഷിക്കുകയാണത്രേ. ബി.ജെ.പിയിലെ മുതിർന്ന നേതാവായ ഒരു ജനപ്രിയ നടി അവരെ അനുനയിപ്പിക്കാൻ തിരശ്ശീലയ്ക്ക് പിന്നിൽ ശ്രമങ്ങൾ നടത്തുന്നുണ്ടെന്നും റിപ്പോർട്ടിൽ അവകാശപ്പെടുന്നു. ഇത് ഗ്രേറ്റ് ആന്ധ്രയാണിത് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. വിജയുമായി അടുത്ത ബന്ധമുള്ള ഒരാൾ ടി.വി.കെയുടെ എതിർ പാർട്ടിയിൽ ചേർന്നാൽ അത് സ്വാഭാവികമായും തമിഴ്നാട്ടിൽ ശക്തമായ ഒരു രാഷ്ട്രീയ ആഹ്വാനം സൃഷ്ടിക്കുമെന്നാണ് അവർ വിശ്വസിക്കുന്നത്. അതിനൊപ്പം നടി തൃഷയും രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുമെന്ന അഭ്യൂഹങ്ങൾക്കിടെയാണ് സംഗീത രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങാൻ ഒരുങ്ങുന്നുവെന്നതും ശ്രദ്ധേയം. എന്നാൽ ഇക്കാര്യത്തിൽ സംഗീതയിൽ നിന്നോ ബി.ജെ.പിയിൽ നിന്നോ ഔദ്യോഗിക സ്ഥിരീകരണമൊന്നും ലഭിച്ചിട്ടില്ല. സംഗീത ശ്രീലങ്കൻ തമിഴ് വ്യവസായ കുടുംബത്തിൽ നിന്നുള്ളയാളാണ്. കോടികളുടെ ആസ്തിയുള്ള ഇവർ പിന്നീട് ലണ്ടനിൽ സ്ഥിരതാമസമാക്കി. ആദ്യം ആരാധികയാണ് വിജയെ കണ്ടുമുട്ടിയത്. സൗഹൃദം പിന്നീട് പ്രണയത്തിലേക്ക് വഴിമാറി. 1999 വിവാഹിതരായ ഇവർക്ക് ജേസൺ സഞ്ജയ്, ദിവ്യ സാഷ എന്നിങ്ങനെ 2 മക്കളുമുണ്ട്. സംഗീത ബി.ജെ.പിയിൽ ചേരുന്നത് സംബന്ധിച്ച് ഔദ്യോഗിക പ്രഖ്യാപനങ്ങളൊന്നും വന്നിട്ടില്ല എങ്കിലും തമിഴ് രാഷ്ട്രീയ കേന്ദ്രങ്ങളിലെ ഇതൊരു സുപ്രധാന ചർച്ചയായി മാറിയിട്ടുണ്ട്. അതിനിടെ തമിഴ്നാട്ടിൽ നിലവിൽ ഒഴിഞ്ഞുകിടക്കുന്ന ഏക രാജ്യസഭാ സീറ്റ് സഖ്യകക്ഷിയായ കോൺഗ്രസിന് വിട്ടു നൽകാൻ തീരുമാനിച്ച മുഖ്യമന്ത്രി വിജയ് തമിഴ്നാട്ടിൽ ഭരണകക്ഷിയായ ടി.വി.കെ സർക്കാരിന്റെ നിലനിൽപ്പിന് കോൺഗ്രസിന്റെ പിന്തുണ അത്യന്താപേക്ഷിതമായിരിക്കെ തീരുമാനം പാർട്ടിക്ക് വലിയ ഊർജ്ജമാകും. നിയമസഭയിൽ കേവല ഭൂരിപക്ഷം ഇല്ലാതെ വിജയ് സർക്കാരിനെ താങ്ങി നിർത്തുന്നത് 5 എം.എൽ.എമാരുള്ള കോൺഗ്രസ് ആണ്. മുതിർന്ന കോൺഗ്രസ് നേതാവും തമിഴ്നാടിന്റെ ചുമതലക്കാരനുമായ ഗിരീഷ് ചോദങ്കർ മുഖ്യമന്ത്രി വിജയെ സന്ദർശിച്ചതിന് പിന്നാലെയായിരുന്നു ഔദ്യോഗിക പ്രഖ്യാപനം വന്നത്. ഇതോടെ രാജ്യസഭയിലേക്ക് കോൺഗ്രസ് ആരെയാകും നാമനിർദ്ദേശം ചെയ്യുകയെന്ന ചർച്ചകളും സജീവമാണ്. പാർട്ടി തന്ത്രജ്ഞനായ പ്രവീൺ ചക്രവർത്തിയുടെ പേരിനാണ് നിലവിൽ മുൻഗണന. തമിഴ്നാട് രാഷ്ട്രീയത്തിന്റെ ഗതിമാറ്റിയ ടി.വി.കെ കോൺഗ്രസ് സഖ്യം രൂപീകരിക്കുന്നതിൽ നിർണായക പങ്ക് വഹിച്ച വ്യക്തിയാണ് പ്രവീൺ ചക്രവർത്തി. എ.ഐ.ഡി.എം.കെ നേതാവ് സി.വി. ഷൺമുഖം തമിഴ്നാട് നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടതിനെ തുടർന്ന് രാജ്യസഭാംഗത്വം രാജിവെച്ചതോടെയാണ് ഈ സീറ്റിൽ ഒഴിവ് വന്നത്. മുഖ്യമന്ത്രി വിജയുടേത് രാഷ്ട്രീയ പ്രാധാന്യമുള്ള തീരുമാനമാണെന്നാണ് കോൺഗ്രസ് നേതൃത്വം വ്യക്തമാക്കുന്നത്. പുതിയ രാജ്യസഭാ സീറ്റ് പാർലമെന്റിൽ കോൺഗ്രസിന്റെ ശബ്ദത്തിന് കൂടുതൽ കരുത്തു പകരുമെന്നും കോൺഗ്രസ് എം.പി. ജ്യോതിമണി പ്രതികരിച്ചു. ബി.ജെ.പിയുടെ രാഷ്ട്രീയ ശക്തിക്കെതിരെ പാർലമെന്റിന്റെ ഉപരിസഭയിൽ പോരാടാൻ ടി.വി.കെ നൽകിയ സീറ്റ് കോൺഗ്രസിന് കൂടുതൽ കരുത്തു നൽകുമെന്നും ജ്യോതിമണി പറഞ്ഞു. ഡി.എം.കെ സഖ്യം ഉപേക്ഷിച്ച് വിജയുടെ ടി.വി.കെയുമായി കൈകോർത്തതിന് പിന്നാലെ പാർലമെന്റിൽ കോൺഗ്രസിന്റെ അംഗബലത്തിൽ കുറവ് വന്നിരുന്നു. ഈ സാഹചര്യത്തിൽ പുതിയ രാജ്യസഭാ സീറ്റ് ലഭിക്കുന്നത് പാർലമെന്റിലെ സാന്നിധ്യം വർദ്ധിപ്പിക്കാൻ മാത്രമല്ല വരാനിരിക്കുന്ന 2029 ലോക്സഭാ തെരഞ്ഞെടുപ്പിലും തമിഴ്നാട്, കേരളം, പുതുച്ചേരി എന്നിവിടങ്ങളിലെ ഭാവി രാഷ്ട്രീയ പോരാട്ടങ്ങളിലും ടി.വി.കെ കോൺഗ്രസ് സഹകരണം കൂടുതൽ ശക്തമാക്കാനും സഹായിക്കുമെന്നാണ് വിലയിരുത്തൽ. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.